വാഹനാപകടത്തെ തുടർന്ന് കാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന സ്വകാര്യ ബസ് ഡ്രൈവറോട് സഹപ്രവർത്തകർക്കുള്ള കരുതലിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. പത്തനംതിട്ടയിൽ സർവീസ് നടത്തുന്ന വേനാട് ബസിന്റെ മാനേജ്മെന്റും ഉദ്യമത്തിന് കൈകൊടുക്കുകയാണുണ്ടായത്. പ്രിയപ്പെട്ട യാത്രക്കാരെ ശ്രദ്ധിക്കുക. വേണാട് ബസ്സിലെ ഡ്രൈവറായിരുന്ന അനു, ലാലെന്ന് വിളിക്കുന്ന അനു, കഴിഞ്ഞ മാസം 21-ാം തീയതി വേണാട് ബസ്സും ഒരു കാറുമായി കൂട്ടിയിടിച്ച അപകടത്തിൽ പുള്ളിക്ക് കാലിന് ഗുരുതരമായ പരിക്കേൽക്കുകയും കാല് ഈ ഭാഗം അരയ്ക്ക് താഴെ വെച്ച് മുറിച്ച് മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഭാരിച്ച ചികിത്സാ ചെലവിന് വേണ്ടിയിട്ട് ഇന്ന് വേണാടിൻ്റെ എല്ലാ ബസ്സുകളും കാരുണ്യയാത്ര ഓടുകയാണ്. ഇതിൽ പ്രിയപ്പെട്ട യാത്രക്കാർ നിങ്ങളുടെ ടിക്കറ്റ് ചാർജിന് പുറമെ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അനു ചികിത്സയിൽ തുടരുകയാണ്. പുനലൂർ കൊക്കാട് സ്വദേശിയായ അദ്ദേഹം ഓടിച്ച ബസ്സിലേക്ക് എതിർദിശയിൽ മറ്റൊരു വാഹനത്തെ മറികടന്നു വന്ന കാർ പാഞ്ഞു കയറുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബസ് മതിലിടിച്ചാണ് നിന്നത്. സ്റ്റിയറിംഗിനടിയിൽ കുടുങ്ങിയ അനുവിനെ ഏറെ നേരം നീണ്ട ശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പത്തനാപുരം വാഴത്തോപ്പിൽ ജനുവരി 21 രാവിലെ 7 മണിക്കായിരുന്നു അപകടം. പത്തനംതിട്ടയ്ക്കുള്ള സർവീസ് തുടങ്ങി അധികം കഴിയും മുൻപായിരുന്നു അപകടം. യാത്രക്കാരായ ഏതാനും പേർക്ക് നിസ്സാര പരിക്കേറ്റു. അനുവിന്റെ കാലിനേറ്റ ക്ഷതം വലതുകാൽ മുട്ടിനു മീതെ മുറിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെ എത്തിച്ചത്. ഈ പരിക്കേറ്റ ആളുടെ അവസ്ഥ എങ്ങനെയുണ്ട്? അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പം മോശമാണ്. പിന്നെ ഒരു ദിവസം ഒരു ഇഞ്ചക്ഷന് 12,000 രൂപ വെച്ച് ചിലവുണ്ട്. ഉള്ളി ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. യാത്രക്കാരുടെ നല്ല മനസ്സ്. അവർ കൈ അയച്ചു സഹായിച്ചു. ചിലർ ടിക്കറ്റ് നിരക്ക്, മറ്റു ചിലർ അതിലും എത്രയോ ഏറെ. ഒരാളല്ലേ അപ്പം നമ്മളെ കഴിയുന്നത് നമുക്ക് ചെയ്യാം. വീട്ടിൽ ഒരാൾ വയ്യാതെ ഉണ്ട്, ഞങ്ങളുടെ വീട്ടിൽ നമ്മളാകുന്നത് കൊടുക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്യുക. എല്ലാവരും സംഭാവന കൊടുത്താണ്. വേണാട് കമ്പനിയുടെ 40 ബസ്സുകളും ചികിത്സാ കുടുംബ സഹായ നിധി സമാഹരണത്തിനായാണ് ഈ ദിവസം സർവീസ് നടത്തിയത്. സംരംഭം ഏറ്റവും നല്ലതാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ വേണം നമ്മുടെ സമൂഹം മുന്നോട്ട് പോകാൻ. എല്ലാ സഹായങ്ങളും ആ സഹോദരന് നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഹപ്രവർത്തകരുടെയും ഉടമയുടെയും വിഹിതം കൂടി ചേർത്ത തുകയാകും അനുവിന് കൈമാറുക. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ ചേരുന്നുണ്ട് തത്സമയം. അഭിലാൽ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ കുറേ വെട്ടുന്നു, കുത്തുന്നു, കൊല്ലുന്നു, അങ്ങനെയുള്ള കുറേ വാർത്തകളാണ്. അതിനിടയിലും ഇങ്ങനെ കുറേ മനുഷ്യരുണ്ടല്ലോ എന്ന് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം. ഇപ്പോൾ അനുവിൻ്റെ ചികിത്സയൊക്കെ എങ്ങനെ പോകുന്നു? ഈ പണം മുഴുവനായി വിനിയോഗിക്കാൻ കഴിഞ്ഞോ ചികിത്സയ്ക്ക്? കേരളത്തിൻ്റെ പല കോണുകളിലും സ്വകാര്യ ബസ്സുകൾ സമാന രീതിയിലുള്ള ധനസമാഹരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കമ്പനിയുടേതായി 40 വാഹനങ്ങൾ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും ഇതിലേക്കായി നീക്കിവെക്കുന്നത് അത്യപൂർവമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2 വാഹനങ്ങളിൽ പത്തനംതിട്ട പുനലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന 2 വാഹനങ്ങൾ യാത്ര ചെയ്തിരുന്നു. ബഹുഭൂരിപക്ഷം ആളുകളും ടിക്കറ്റ് നിരക്കിനേക്കാൾ അധിക തുക സംഭാവന ചെയ്യുകയും ഈ ഉദ്യമത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. ഈ വാഹനത്തിലെ ഈ കമ്പനിയുടെ ഒരു ബസ്സിലെ ഡ്രൈവറായിരുന്ന അനു, അദ്ദേഹത്തിന് അപകടം പറ്റുകയും ഇനി അദ്ദേഹത്തിന് കാല് മുറിച്ച് മാറ്റപ്പെട്ടു എന്നതിനാൽ തന്നെ ജോലിയിലൂടെ ഒരു ധനസമാഹരണം നടക്കാത്ത സ്ഥിതിയുണ്ട്. കുടുംബത്തെ പോറ്റുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ സഹപ്രവർത്തകനുണ്ടായ ഒരു അപകടം, അദ്ദേഹത്തിനുണ്ടായ ഒരു മോശം അവസ്ഥയിൽ കൈ പിടിച്ച് ഒപ്പം ചേരുക അല്ലെങ്കിൽ ഒപ്പം നിൽക്കുക എന്നുള്ള പരമപ്രധാനമായ ദൗത്യം, ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വേണാട് മാനേജ്മെൻറ്റിനെ, അവരുടെ സ്റ്റാഫിനെയും അതിലുപരി ബസ്സിലെ യാത്രക്കാരായിട്ടുള്ള ലാൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലല്ലേ നമ്മൾ ഒപ്പം നിൽക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ അനുവിന്റെ കൂടെ സഹപ്രവർത്തകരും ആ ബസ്സിലെ യാത്രക്കാരും എല്ലാം ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ്. എന്തായാലും ചികിത്സയൊക്കെ ആ പണം കൊണ്ട് അങ്ങനെ മുൻപോട്ട് പോകുന്നു.